ഹലോ. എനിക്കറിയാം ഈ പീരിയഡ്സ് പെയിനൊക്കെ ഉള്ളപ്പോൾ ഭയങ്കര പ്രശ്നമല്ലേ. മെഫ്താൽ സ്പാസ് SPS അങ്ങനെ പറഞ്ഞിട്ടുള്ളൊരു ടാബ്ലറ്റ് ഉണ്ട്. അത് നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിനോട് ചോദിച്ചിട്ട് മാത്രമേ കഴിക്കാവൂ. ആ ടാബ്ലറ്റ് കഴിച്ചാൽ അത് കുറച്ച് റിലീഫ് ഉണ്ടാവും. പിന്നെ ഹോട്ട് വാട്ടർ ബാഗ് വെച്ചാൽ കുറച്ച് റിലീഫ് കിട്ടും കേട്ടോ. ഈ ടാബ്ലറ്റ് കുറച്ച് നല്ലതാണ്. ഇവിടെ നമ്മുടെ പിള്ളേരൊക്കെ ഇടയ്ക്ക് കഴിക്കാറുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട്, ഒരു ഗൈനക്കോളജിസ്റ്റ് ഉണ്ട്, ബിന്ദു എന്ന് പറയുന്ന ഡോക്ടർ. ബിന്ദു ആണ് ആദ്യമായിട്ട് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് തന്നത്. ഐ തിങ്ക് 10th സ്റ്റാൻഡേർഡിലോ മറ്റോ പഠിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ട്രൈ ചെയ്തപ്പോൾ ഇറ്റ് വാസ് ലൈക്ക് വർക്കിംഗ്. ഞാൻ ഇതൊന്നും കഴിച്ചിട്ടില്ല, ബിക്കോസ് എനിക്ക് അങ്ങനെ ഒരിക്കലും ഹെവി പെയിൻ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇവർ കഴിക്കാറുണ്ട് ഇടയ്ക്ക് വല്ലപ്പോഴും. അതിൽ ടെൽതം പറ്റിയാൽ നമുക്ക് സഹിക്കാൻ പറ്റുവാണെങ്കിൽ സഹിക്കാൻ പറയും, പറ്റിയില്ലെങ്കിലേ കഴിക്കാവൂ. അവിടെ എന്തായാലും പറ്റിയ ഡോക്ടേഴ്സിനോട് ചോദിച്ചിട്ടേ വാങ്ങാവൂ കേട്ടോ. ചോദിച്ചിട്ട് വാങ്ങിയിട്ട് കഴിച്ചു നോക്കും. അംബീഷൻ, ഒരുപാട് അംബീഷൻസൊക്കെ ഉണ്ടായിരുന്നു മക്കളെ. ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ. ജീവിതം 3/4 ഭാഗവും ജീവിച്ചു കഴിഞ്ഞില്ലേ. പിന്നെ സന്തോഷമായിട്ട് ഇങ്ങനെയൊക്കെ അങ്ങ് പോവാം. അത് തന്നെ വലിയൊരു ഭാഗ്യമല്ലേ. യാ, ഐ ഡു ലവ് ഓസി. ഓസി, ഐ വാച്ചിങ് ദിസ്? ഓസി, ഐ ലവ് യു. ഓക്കെ. ഫേവറേറ്റ് ഫോട്ടോ വിത്ത് ഓസി. ലോട്ട് ഓഫ് ഫോട്ടോസ് ഉണ്ട്. എന്നാലും ഞാൻ ഈ ഒരു സ്റ്റോറിക്ക് ശേഷം I'll share a photo of Ozzy and me 2 hours after she was born. Okay. Thank you. നല്ലൊരു സാരിയായിരുന്നു. എനിക്ക് തോന്നുന്നു അത് I think it was 23,000 അങ്ങനത്തെ എന്തോ റേഞ്ച് ആയിരുന്നു തോന്നുന്നത് കേട്ടോ. അതൊരു ഗിഫ്റ്റ് ആയിരുന്നത് കൊണ്ട് ലൈക്ക് ഐ എം നോട്ട് വെരി ഷുവർ ഓഫ് ദ റേറ്റ്. അമ്മൂല്ലേ വാങ്ങി. I think it was something like that, 23. ആൻറ്റിക്ക് വരുന്ന നെഗറ്റിവിറ്റീസ് എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നത്? എങ്ങനെയാണെന്നോ, ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കാതെല്ലാം ഞാൻ വളരെ കോമഡി ആയിട്ട് ചിരിച്ചുകൊണ്ടാണ് ഞാനൊക്കെ എടുക്കുന്നത് കേട്ടോ. ലൈക്ക് ഐ ഡോണ്ട് ഈവൻ ബോദർ. നല്ല രസമാണ് അതൊക്കെ വായിക്കാൻ. എനിക്കൊന്നും ഫീൽ ചെയ്യാറില്ല. തൃശ്ശൂർ പൂരം കണ്ടിട്ടുണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്. ഇഫ് ഐ എം നോട്ട് മിസ്റ്റേക്കൻ 2003 ഞാൻ കണ്ടിട്ടുള്ള. കുഞ്ഞുങ്ങളൊക്കെ ചെറുതായിരുന്നപ്പോൾ നല്ലതായിരുന്നു. എനിക്ക് പക്ഷെ ഭയങ്കര പേടിയാണ്. ഞങ്ങളന്ന് താമസിച്ച ഹോട്ടൽ, ഞങ്ങളതിൻ്റെ തൊട്ടടുത്ത് പോയല്ല കണ്ടേ. തൃശ്ശൂർ പൂരം നടക്കണ അടുത്തുള്ളൊരു ഹോട്ടലിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ടെറസിൽ കയറിയിട്ടാണ് ഞാനത് ഫുള്ള് കണ്ടത്. നല്ല രസമായിരുന്നു. പക്ഷെ എനിക്ക് സൗണ്ടൊന്നും എനിക്ക് പേടിയാണ്. എനിക്ക് സൗണ്ട് ഭയങ്കര പേടിയുള്ള ഒരാളാണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ എങ്ങനെയായിരിക്കും വന്നത്? ഡു യു ലൈക്ക് ബോളി? ഞാനൊരു വലിയ ബോളി ഫാൻ അല്ല. വളരെ ക്ലീൻ ആയിട്ടൊക്കെ ഉള്ളൊരു ബോളി, നല്ല പാൽപ്പായസത്തിൻ്റെ കൂടെ ഇച്ചിരി കിട്ടിയാൽ കഴിക്കാൻ ഒക്കെയാണ്. അല്ലാതെ വെറുതെ ബോളി കഴിക്കാനൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല. ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻ നവംബർ എൻഡ് ഡിസംബർ ആദ്യം ചെയ്യണം. വ്ളോഗ് എടുക്കുമെന്ന് എനിക്കറിയത്തില്ല. കഴിഞ്ഞ വർഷമൊക്കെ എടുത്തിരുന്നല്ലോ, അറിയത്തില്ല. എടുക്കുകയാണെങ്കിൽ നമ്മുടെ ആരുടെയെങ്കിലും ഒരു ചാനലിൽ ഇടുമായിരിക്കും. ഐ ഓൾവേസ് എൻജോയ് ഡൂയിങ് ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻ. ഇനി അമ്മുമായിട്ട് നമുക്ക് ഒരുമിച്ചൊന്ന് പ്ലാൻ ചെയ്യണം ദിസ് ടൈം. വാട്ട് ടു ഡു, എന്തായിട്ടാണ് നമുക്ക് ചെയ്യേണ്ടത്, ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണോ എന്നൊക്കെ ആലോചിക്കണം. Okay, today is a nice day. It's a sunny day, a happy day, a relaxed day. ഞാൻ വളരെ റിലാക്സ് ചെയ്തിരിക്കുമ്പോഴല്ലേ ഞാൻ ഇതുപോലെ വന്നിട്ട് Q&A ഇതുപോലത്തെ സ്റ്റോറീസൊക്കെ ചെയ്യുന്നത്. ഞാൻ വളരെ റിലാക്സ് ആയിട്ട് പ്രത്യേകിച്ച് ഒരു ജോലിയും കൂലിയും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുക. ദാറ്റ്സ് വൈ ഐ എം ടോക്കിംഗ് ടു യു പീപ്പിൾ. ഇറ്റ്സ് എ നൈസ് ഡേ, ഹാപ്പി ഡേ. ഫേവറേറ്റ് ഓർണമെൻറ്റ് ടു വെയർ? ഒരുപാട് സംഭവങ്ങൾ ഇഷ്ടമാണ്. എനിക്ക് ഫിംഗറിങ് ഇഷ്ടമാണ്, കമ്മൽ ഇഷ്ടമാണ്, മുക്കുത്തി ഇഷ്ടമാണ്, പാദസരം ഇഷ്ടമാണ്. മാലയൊന്നും എനിക്ക് വലുതായിട്ട് ഇഷ്ടമല്ല. വള ഇഷ്ടമാണ്, എല്ലാം ഇഷ്ടമാണ് കേട്ടോ. ഫേവറേറ്റ് പ്ലേസ്, ഡ്രീം പ്ലേസ് ഒക്കെ ഉണ്ടായിരുന്നതെല്ലാം ഞാൻ കണ്ടു കഴിഞ്ഞു. കാശ്മീർ കാണണമെന്നുണ്ടായിരുന്നു, അത് കണ്ടു. സ്വിറ്റ്സർലാൻഡ് കാണണമെന്നുണ്ടായിരുന്നു, അത് കണ്ടു. ഇനിയൊക്കെ കാണാൻ പറ്റുന്ന എല്ലാം ബോണസാണ്. സോ ഡ്രീം പ്ലേസസ് എല്ലാം കണ്ടു കഴിഞ്ഞു. ഫേവറേറ്റ് സ്പോർട്സ്, ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ ഞാനത്ര ഐ വാസ് നോട്ട് വെരി ടു ഗുഡ് ഇൻ സ്പോർട്സ്. പക്ഷെ ഞാനിങ്ങനെ ഒരുപാട് സംഭവത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമായിരുന്നു. റണ്ണിങ് ആയാലും ലോങ് ജമ്പ് ആയാലും ലോട്ട് ഓഫ് സ്റ്റഫ് വെച്ച് ടേക്ക് പാർട്ട്. ബാസ്കറ്റ് ബോൾ, ടേബിൾ ടെന്നീസ് ആൻഡ് ബാഡ്മിൻ്റൺ എല്ലാം ഞാൻ കളിക്കുമായിരുന്നു. എനിക്ക് ബാസ്കറ്റ് ബോൾ വലിയ ഇഷ്ടമായിരുന്നു കേട്ടോ, ഭയങ്കര ഇഷ്ടമായിരുന്നു. ബാഡ്മിൻ്റനും ഇഷ്ടമായിരുന്നു. ഫേവറേറ്റ് എന്ന് ചോദിച്ചാൽ എനിക്ക് കൊക്കോ ഇഷ്ടമല്ലായിരുന്നു. കൊക്കോ, ഐ യൂസ് ടു ഹേറ്റ് ദാറ്റ്. ഐ തിങ്ക് ബാഡ്മിൻ്റൺ ആൻഡ് ബാസ്കറ്റ് ബോൾ, അത് രണ്ടുമായിരുന്നു എനിക്ക് കുറച്ചിഷ്ടം.
ഇല്ല ചായ കുടിച്ചില്ല. ഞാൻ എപ്പോഴും ട്രാവൽ ചെയ്യുവാണെങ്കിൽ ഞാൻ ചായ, എനിക്ക് പുറത്ത് ചായ കുടിച്ചാൽ ഇഷ്ടമാവത്തില്ല. ഐ എം മിസ്സിങ് ഹോം ടീ. ആൻഡ് പാവം എൻ്റെ ഹൻസു ഇപ്പോൾ അവിടെ എൻ്റെ ചായ കാത്തിരിക്കുന്നുണ്ടാവും. ഞാൻ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത ഉടനെ തന്നെയാണ് ഇതിനെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. പാവം വൈകുന്നേരം അപ്പോൾ ഹൻസ് പറയും, അമ്മ പ്രിൻസസ് ടീ ടൈം എന്ന് പറയുമ്പോൾ ഞാൻ ഓടിപ്പോയപ്പോൾ ചായ ഇടും. പാവം. ഐ മിസ് ഹൻസു, ഐ മിസ് ഗിവിങ് യു ടീ. ഞാൻ എന്തായാലും ഇവിടെ നിന്ന് ചായ കുടിക്കില്ല. ഞങ്ങൾക്ക് കുറച്ച് കരിക്കിൻ്റെ വെള്ളം കൊണ്ട് വെച്ചിട്ടുണ്ട്, അത് ഞാൻ കുടിക്കും. കണ്ണൂർ ഞങ്ങൾ ഒരിക്കൽ വന്നിട്ടുണ്ട് അമ്മുവിൻ്റെ കൂടെ. ഒരു ഇനോഗ്രേഷൻ ആയിരുന്നു. ദാറ്റ് വാസ് കോവിഡ് തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ 2020 ബിഗിനിങ്ങിൽ എപ്പോഴും വന്നിരുന്നു. പക്ഷെ ഞങ്ങൾ ഒരു ദിവസം വൈകിട്ടെത്തി, രാത്രി പരിപാടിയായിരുന്നു, നെക്സ്റ്റ് ഡേ ട്രാവൽ ചെയ്തു. അപ്പോൾ കണ്ണൂർ ഞാൻ നന്നായിട്ടൊന്നും കണ്ടില്ല. ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് ഹോട്ടൽ വരെയും, ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ മറ്റേ ഫംഗ്ഷന് പോയ സ്ഥലം വരെയും, പിന്നെ തിരിച്ച് അങ്ങോട്ട് എയർപോർട്ട്, അത്രേ കണ്ടിട്ടുള്ളൂ. കാര്യമായിട്ടൊന്നും കണ്ടില്ല. ബട്ട് ഐ വുഡ് ലൈക്ക് ടു കം ദെയർ സം ടൈം സൂൺ. നെക്സ്റ്റ് കുക്കിംഗ് വ്ളോഗ്. എൻ്റെ കുക്കിംഗ് വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ബോറടിക്കുന്നില്ല? ഐ ഹാവ് ടു ഡു സംതിങ് നൈസ്. കഴിഞ്ഞ ദിവസം ഞാൻ ലാസ്റ്റ് വീഡിയോ ഇട്ടത് മറ്റേ സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പിൻ്റെ ആണ് തുടങ്ങിയത്. പക്ഷെ അത് പൂർത്തീകരിക്കാൻ പറ്റാതെ, ഫുൾ കാണിക്കാൻ പറ്റാതെ എന്തൊക്കെയായി. ആരും എനിക്ക് മെസ്സേജ് ഇട്ടേക്കുക. മറ്റേ ഏതോ സിനിമ ഉണ്ടല്ലോ, ബോയിങ് ഏതോ സിനിമയിൽ മോഹൻലാൽ ഒരു ചിക്കൻ കറി വെക്കുന്ന ഒരു സീൻ ഉണ്ടല്ലോ. അപ്പോൾ മറ്റേ മുകേഷ് മറ്റേ റേഡിയോയിൽ ന്യൂസ് മാറ്റിയിട്ട് ഒരു കോമഡി ഉണ്ടല്ലോ, അതുപോലെ ആയിപ്പോയി എൻ്റെ കുക്കിംഗ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് ആരൊക്കെ എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് ഡീസൻ്റ് ആയിട്ടുള്ള വീഡിയോസ്, നമുക്ക് കുക്കിംഗ് വീഡിയോസ് നമുക്ക് ഇടാം കേട്ടോ. ഡോണ്ട് വറി. ഹൗ ടു ഡീൽ വിത്ത് എ ടോക്സിക് ഫാമിലി. ഒരു ടാസ്ക്കാണ് സത്യമായിട്ട്. എനിക്കത് കാര്യമായിട്ട് അറിയത്തില്ല, പക്ഷേ എളുപ്പമുള്ളൊരു കാര്യമല്ലെന്ന് മാത്രം എനിക്കറിയാം. ആർക്കാണ് ഈ ഒരു ടോക്സിക് ഫാമിലി ഉള്ളത്? ഞാൻ നോക്കട്ടെ, അപ്പച്ചിയാണ് അതാക്കുന്നത്. അത് എപ്പോഴെങ്കിലും കാണിക്കാം. വീട്ടിലാണെങ്കിൽ പ്രത്യേകിച്ച് ഹോബിയൊന്നും നടക്കത്തില്ല. വീട്ടിലാണെങ്കിൽ എപ്പോഴും അടിമപ്പണി മാത്രമേ നടക്കൂ. സ്വിച്ച് ഇട്ടതുപോലെ ഓടിക്കൊണ്ടിരിക്കും, ജോലി ചെയ്തുകൊണ്ടേയിരിക്കും. ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ വരെ ഞാനിങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. സോ ഹോബി ഒന്നും വീട്ടിൽ നടക്കത്തില്ല. ആക്നി പ്രോബ്ലം, ഇറ്റ്സ് എ നെവർ എൻഡിങ് പ്രോബ്ലം. ഈ പ്രായത്തിൽ എനിക്കത് എപ്പോഴും ഉണ്ട്. യു ടു ജസ്റ്റ് ലിവ് വിത്ത് ഇറ്റ്. നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടാൽ മതി. ടു എൻ എക്സ്റ്റെൻറ്റ് നമുക്കതൊക്കെ മാറ്റാൻ പറ്റും. പിന്നെ നമ്മൾ ഒരു ഹെൽത്തി ഡയറ്റൊക്കെ നോക്കിയാൽ കുറച്ച് കുറയും. പക്ഷേ നമുക്കൊരു ഈ ടീനേജ് തൊട്ടൊരു 23-24 ഒക്കെ വരെ പിമ്പിൾസൊക്കെ വന്നും പോയി നിൽക്കും. അതോടെ തീർന്നു എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അത് 52 വയസ്സുള്ള എനിക്ക് ദേ ഇവിടെ ഒരു മുഖം വരും. എന്ത് പറയാനാ. ഐ എൻജോയ് ഡ്രോപ്പിംഗ് ഹിൽസ് ആൻഡ് പിക്കിംഗ് ഔട്ട് ഫ്രം കോളേജ്. മോളെ, എനിക്ക് കുറച്ച് ചോയ്സസ് ഏതെങ്കിലും ആൽഫബറ്റിൻ്റെയൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ടുള്ളൂ. വെൻ ഐ ഗെറ്റ് ടൈം ഐ വിൽ ട്രൈ ആൻഡ് സജസ്റ്റ് എ ഫ്യൂ നെയിംസ്. ഐ ലവ് സെർച്ചിങ് ഫോർ ബേബി നെയിംസ്, ദാറ്റ് ടു ഗേൾ ബേബി നെയിംസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സോ ഇഫ് യു ജസ്റ്റ് സെൻഡ് മീ സം സജഷൻസ് ലൈക്ക് വാട്ട്, ചിലർക്ക് ആൽഫബറ്റ്സ് കാണും, അല്ലെങ്കിൽ ഇങ്ങനത്തത് വേണമെന്ന് കാണും. അതെനിക്കൊന്ന് വന്ന് മെസ്സേജ് ഇടാവോ?